നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്ലോയ്ഡ് വാർഷൽ അൽഗോരിതം ആണ്. അതിൻ്റെ സ്റ്റെപ്പ് 1 ആണ് ഡ്രോ എ ഗ്രാഫ് വിത്ത് വെയ്റ്റഡ് എഡ്ജ്. നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വേർട്ടെക്സിന് ഇടയിലുള്ളത് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ അൽഗോരിതം യൂസ് ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ വെയ്റ്റഡ് എഡ്ജ് വെച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുക. സെക്കൻഡ് സ്റ്റെപ്പാണ് അതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് എഴുതുക എന്നുള്ളത്. അഡ്ജസൻസി മെട്രിക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ റോസിലുള്ളതും വേർട്ടീസസ് ആയിരിക്കും, കോളംസിലുള്ളതും വേർട്ടീസസ് ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ ടോട്ടൽ 4 വേർട്ടീസസ് ആണുള്ളത്. സോ 1 2 3 4 1 2 3 4 എന്ന് നമ്മൾ എഴുതി. ഈ രണ്ട് വേർട്ടീസസിനിടയിൽ എഡ്ജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെയിറ്റ് എത്രയാണോ അത്ര എഴുതും. എഡ്ജസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഫിനിറ്റി ഇടും. ആക്ച്വലി 1 എന്ന് പറഞ്ഞ വേർട്ടെക്സിന് അതിനോട് തന്നെ ഒരു ലൂപ്പ് ഉണ്ടാവില്ല. സോ നമ്മളതിന് 0 ഇട്ട് കൊടുക്കുന്നു. 2നും 3നും 4നും നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു, ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ലൂപ്സ്. നെക്സ്റ്റ് 1ൽ നിന്ന് 2ലേക്ക് ഡയറക്റ്റഡ് ഗ്രാഫാണ്, ഡയറക്ഷൻ നോക്കണം. 1ൽ നിന്ന് 2ലേക്കുള്ള എഡ്ജ് 3 ആണ്. 1ൽ നിന്ന് 3ലേക്ക് എഡ്ജില്ല, 3ൽ നിന്ന് 1ലേക്ക് എഡ്ജുള്ളൂ. സോ അത് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുന്നു. 1ൽ നിന്ന് 4ലേക്കുള്ള എഡ്ജാണ് 7, അങ്ങനെ നമ്മൾ 7 ഇട്ട് കൊടുക്കുന്നു. ഇനി 2 എന്ന V2ൽ നിന്ന് V2ലേക്ക് എഡ്ജില്ല, അതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുന്നു. V2ൽ നിന്ന് V1ലേക്ക് 8 എന്ന് പറഞ്ഞ എഡ്ജുണ്ട്, സോ 8 കൊടുക്കുന്നു. V2ൽ നിന്ന് V3ലേക്ക് 2 ഉണ്ട്. V2ൽ നിന്ന് V4ലേക്ക് എഡ്ജില്ല, അതുകൊണ്ട് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുന്നു. ആ രീതിയിൽ തന്നെ നമ്മൾ 3ൻ്റെയും 4ൻ്റെയൊക്കെ അഡ്ജസൻസി മെട്രിക്സ് കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ IK പ്ലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ KJ ലെസ് ദാൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ IJ, ദെൻ അപ്ഡേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ IK പ്ലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ KJ ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ IJ. അതായത് നമ്മൾ ഫസ്റ്റ് V1നെ ഇൻ്റർമീഡിയറ്റ് വേർട്ടെക്സ് ആയിട്ട് എഴുതുന്നു. അതായത് V1ൻ്റെ 0 8 5 2 0 3 ഇൻഫിനിറ്റി 7 അത് നമ്മൾ എഴുതുന്നു. ബാക്കി V2 to V2 V3 to V3 V4 to V4 അതൊക്കെ നമ്മൾ 0s ഇട്ട് ഫില്ല് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് V2 to V3 ആണ്. V2 to V3 ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും 2 ആണ്. ഇതിനെ നമ്മൾ രണ്ട് എഡ്ജസിൻ്റെയും സമ്മായിട്ട് എഴുതാം. അതായത് V2 to V3നെ V2 to V1 പ്ലസ് V1 to V3 എന്ന് എഴുതുമ്പോൾ 8 + 5 നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 13 ആണ്. അതെന്തായാലും 2 ലെസ് ദാൻ 13 ആണോ എന്ന് നമ്മൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ V1 ഇൻ്റർമീഡിയറ്റ് വേർട്ടെക്സ് ആയിട്ട് എടുക്കുന്നു. 0 3 ഇൻഫിനിറ്റി 7 0 8 5 2 ഇത് ഫില്ല് ചെയ്യുന്നു. അതേപോലെ V1 to V1 V2 to V2 V3 to V3 V4 to V4 ഇതൊക്കെ 0s ആക്കി കൊടുക്കുന്നു. ആൻഡ് അതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് V2 to V3 ആണ്. V2 to V3 ഗ്രാഫിൽ തന്നെയുണ്ട് 2 ആണ്. ഇതിനെ നമ്മൾ രണ്ട് എഡ്ജസിനെ സമ്മായിട്ട് എഴുതുന്നു. V2 to V1 പ്ലസ് V1 to V3. V2 to V1 8 ഉണ്ട്, V1 to V3 ഒന്നും ഇല്ല, അതുകൊണ്ട് 8 പ്ലസ് ഇൻഫിനിറ്റി ആക്കുന്നു. ആക്ച്വലി 2 എന്ന് പറയുന്നത് 8 പ്ലസ് ഇൻഫിനിറ്റിനേക്കാളും ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 തന്നെ അവിടെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇൻ കേസ് ഇപ്പോൾ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ അല്ല, ഇപ്പോൾ 2 ആണ് ഗ്രേറ്റർ വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അപ്പുറത്തുള്ള വാല്യൂ വെച്ച് അപ്ഡേറ്റ് ചെയ്യുക. അതായത് ഞാൻ വേറെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇപ്പോൾ 5 ലെസ് ദാൻ 2 എന്നാണ് വരുന്നതെങ്കിൽ അത് റോങ് ആണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടേബിളിലേക്ക് 2 ഇട്ട് വെക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ള 2,4 ആണ്. 2,4 എന്ന് പറഞ്ഞാൽ V2ൽ നിന്ന് V4ലേക്ക്. ഇതിൽ നമ്മൾ ഡയറക്ഷൻസ് മെയിനായിട്ട് നോക്കുന്നില്ല. V2ൽ നിന്ന് V4ലേക്ക് എന്തായാലും എഡ്ജില്ല, അതുകൊണ്ട് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുന്നു. സമ്മായിട്ട് എഴുതുമ്പോൾ V2 to V1 പ്ലസ് V1 to V4 എന്ന് പറയുമ്പോൾ 8 + 7 വരും. ആക്ച്വലി ഇൻഫിനിറ്റി ലെസ് ദാൻ 8 + 7 എന്ന് പറയുന്നത് തെറ്റാണ്. സോ 8 + 7ൻ്റെ വാല്യൂ 15 നമ്മൾ ഈ ഗ്രാഫിലേക്ക് അപ്ഡേറ്റ് ആക്കുകയാണ്. അതിനുശേഷം നമുക്കിനിപ്പോൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ള V3 to V2 ആണ്. V3 to V2 നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇല്ല, അതുകൊണ്ട് അത് ഇൻഫിനിറ്റി ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കതിന് സമ്മായിട്ട് എഴുതുമ്പോൾ V3 to V1 പ്ലസ് V1 to V2, അതായത് 5 + 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇൻഫിനിറ്റി ലെസ് ദാൻ 8 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സോ 8 എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ V1 എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നു. നെക്സ്റ്റ് നമുക്ക് V2നെ ഇൻ്റർമീഡിയറ്റ് വേർട്ടെക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. 3 0 8 5 0 3 5 7. ഇതിനെ നമ്മൾ V1 വെച്ച് V1 മെട്രിക്സ് നോക്കിയിട്ടാണ് നമ്മൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലിപ്പോൾ ഇൻഫിനിറ്റി വരുന്നത് പോലെ നെക്സ്റ്റ് V1 to V3 നോക്കുക. V1 to V3ൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുമ്പോൾ എഡ്ജ് ഇല്ല, അത് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി ലെസ് ദാൻ രണ്ട് ഇതിൻ്റെ സമ്മായിട്ട് എഴുതുമ്പോൾ V1 to V2 പ്ലസ് V2 to V3, അതായത് 3 + 2 5 കിട്ടും. ഇൻഫിനിറ്റി ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സോ നമ്മൾ V1 to V3 5 വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമ്മൾ 4ൻ്റെ ചെയ്തു. നെക്സ്റ്റ് ഇപ്പോൾ ഇൻഫിനിറ്റി വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ V4 to V3 ആണ്. V4 to V3 നമ്മൾ നോക്കുമ്പോൾ എഡ്ജില്ല, അത് ഇൻഫിനിറ്റി ആണ്. അതിന് നമ്മൾ സമ്മായിട്ട് എഴുതുമ്പോൾ V4 to V1 പ്ലസ് V1 to V3 എന്ന് എഴുതുമ്പോൾ
5+2 7 കിട്ടും. ഇൻഫിനിറ്റി ലെസ് ദാൻ 7 എന്ന് പറഞ്ഞ് തെറ്റാണ്. സോ 7 വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ സെക്കൻഡ് മെട്രിക്സ് അപ്ഡേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ V3ന് ഇൻ്റർമീഡിയറ്റ് മെട്രിക്സ് ആയിട്ട് വരയ്ക്കുക. അതായത് 5 2 0 7 0 3 5 6 വരയ്ക്കുക. ഇതിലും ബാക്കി എല്ലാ വേർട്ടീസസും നമ്മൾ അപ്ഡേറ്റ് ആക്കി നോക്കുക. ഇപ്പോൾ V1 to V1 0 ആണ്. V1 to V2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ V1 to V2 we will get is 3 ആയിട്ട് നമുക്ക് കിട്ടും. ഇനി അതിന് രണ്ടിൻ്റെയും സമ്മായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ we will get as V1 to V3 പ്ലസ് V3 to V2 എന്ന് പറയുമ്പോൾ അതെപ്പോഴും 3 ആയിരിക്കും 5+2നേക്കാളും ലെസ്. അതുകൊണ്ട് നമ്മൾ 3 തന്നെ സെയിം തന്നെ വെച്ചു എന്നേ ഉള്ളൂ. ആൻഡ് ഇനി V1 to V4ൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ V1 to V4 ഈസ് ആക്ച്വലി 7 ആണ്. ഇനി രണ്ട് വേർട്ടീസസിൻ്റെ സമ്മായിട്ട് നമ്മളതിനെ എഴുതുകയാണെങ്കിൽ V1 to V3 പ്ലസ് V3 to V4. നമ്മൾ ഇതിന് മുമ്പത്തെ ടേബിളിൽ നോക്കുമ്പോൾ V1 to V3 5 ആണ്. V3 to V4 എന്ന് പറഞ്ഞാൽ 1 ആണ്. 5+1 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 7 ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ ആ വാല്യൂ 6 വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് V2 to V1. V2 to V1 എന്ന് പറയുന്നത് നമുക്ക് ഈ ഗ്രാഫിൽ നോക്കുമ്പോൾ കിട്ടും 8 ആണ് V2 to V1 എന്ന് പറയുന്നത്. ഇതിൻ്റെ സമ്മായിട്ട് എഴുതുകയാണെങ്കിൽ V2 to V3 പ്ലസ് V3 to V1. നമ്മൾ ഇതിനു മുമ്പത്തെ മെട്രിക്സിൽ നോക്കുമ്പോൾ V2 to V3 2 ആണ്. V3 to V1 5 ആണ്. 2 + 5 7 ആണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 8 റീപ്ലേസ് ചെയ്ത് 7 ആക്കുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള വാല്യൂസും റീപ്ലേസ് ചെയ്ത് V3 ഇൻ്റർമീഡിയറ്റ് വേർട്ടെക്സ് ആയിട്ടുള്ള ആ ഒരു മെട്രിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഗ്രാഫിന് ഫുള്ള് 4 വെർട്ടീസസ് ആണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ V4നെ ഇൻ്റർമീഡിയറ്റ് മെട്രിക്സ് ആക്കി 0 അത് വരയ്ക്കുന്നു. ഡയഗണൽസിനൊക്കെ 0 ഇടുന്നു. അതിനുശേഷം ഓരോ മെട്രിക്സും ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് പ്രീവിയസ് മെട്രിക്സ് V3 ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വെച്ച മെട്രിക്സ് നോക്കി അതിനേക്കാൾ ചെറിയ വാല്യൂ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം വാല്യൂ തന്നെ എഴുതുന്നു. ഇങ്ങനെ എല്ലാ ഇൻഫിനിറ്റീസും മാറി ഒരു നമ്പർ വെയിറ്റ് വരുന്നത് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഫ്ലോയ്ഡ് വാർഷൽ അൽഗോരിതം യൂസ് ചെയ്തിട്ട് എഴുതുന്നത്.